ഹേ ഗായ്സ്, ഇറ്റ്സ് മീ അമൃത രവികുമാർ. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടോക്സിസിറ്റി ഇൻ ഫ്രണ്ട്ഷിപ്സിനെ പറ്റിയിട്ടാണ്. സോ ഈ ടോപ്പിക് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. അവൾ എൻ്റെ കൂടെ ഞാൻ ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്തിരുന്നപ്പോൾ നേരിട്ട് കണ്ട് ഏറ്റവും കൂടുതൽ എൻ്റെ സഫറിങ്സ് മനസ്സിലാക്കിയ ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് ആൾക്കറിയാം ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഐ ക്യാൻ ഡു ദിസ് ടോപ്പിക് വെരി വെൽ എന്നുള്ളത്. സോ നമ്മൾ ടോക്സിക് ബോയ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ ടോക്സിസിറ്റിയെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇൻ ഫ്രണ്ട്ഷിപ്പ് ഓൾസോ ഗൈസ് ടോക്സിസിറ്റി ഡു എക്സിസ്റ്റ്. എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിലാണെങ്കിൽ ആക്ച്വലി ഫ്രണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു കണ്ടീഷൻസ് ഒരു എഗ്രിമെൻറ്റും വെക്കാണ്ട് എപ്പോഴും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് എ ട്രൂ ഫ്രണ്ട് ഓർ എ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. പക്ഷേ വെൻ ഇറ്റ് ടേൺസ് ടു ബിക്കം ടോക്സിക് നോ, നമ്മൾ എന്താ പറയുക, അവർക്ക് നമ്മളോട് പോസിറ്റീവ് ആയിരിക്കും. ഞാൻ വേറൊരു ഫ്രണ്ടിനോട് മിണ്ടാൻ പാടില്ല, വേറെ ആരോടും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ പാടില്ല, അവൾക്ക് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമല്ല. അതിൻ്റെ എക്സ്റ്റെൻറ്റും ലിമിറ്റും ഒക്കെ അങ്ങ് മാറി വേറൊരു രീതിയിലേക്കാവും ഗൈസ്. അങ്ങനെയാണ് ഈ ടോക്സിസിറ്റിയിലേക്ക് പോകുന്നത്. പിന്നെ എന്താ പറയുക, നമ്മളൊന്നും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും ലൈക്ക് ബ്ലെയിം ചെയ്യും. നമ്മളൊന്നും ഇൻറ്റൻഷനലി ഒരു കാര്യം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ കേൾക്കുന്നതിന്. ചുമ്മാ പ്രശ്നങ്ങൾ, വഴക്ക്, നമുക്കെതിരെ നമുക്ക് തന്നെ പണികൾ തരാനായിട്ട് അവർ നോക്കും. നമ്മുടെ ഫാമിലിയെ ബ്ലെയിം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ട്രൂ ഫ്രണ്ട്ഷിപ്പ് ടോക്സിക് ഫ്രണ്ട്ഷിപ്സ് ഹാപ്പൻ ചെയ്യുന്നത് ഗൈസ്. പക്ഷെ അത് വളരെ വലിയൊരു ഒരു വൃത്തികെട്ടൊരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മെൻ്റലി ഡൗൺ ആയ ഒരു സംഭവമായിരുന്നു എനിക്ക് ലൈഫിൽ ഇങ്ങനൊരു കാര്യം നടന്നപ്പോൾ. അപ്പോൾ ഞാൻ വളരെ ഡൗൺ ആയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ നിന്ന ഫ്രണ്ട് തന്നെയാണ് ഇന്ന് എനിക്ക് ഈ ടോപ്പിക്ക് സജസ്റ്റ് ചെയ്തതും. ഒരുപാട് ഞാൻ വിഷമിച്ചൊരു സംഭവമായിരുന്നു. കാരണം ഞാനിതൊക്കെ ആദ്യമായിട്ട് ഫേസ് ചെയ്തതായിരുന്നു ലൈഫിൽ. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലർക്ക് നല്ലൊരു ഫ്രണ്ട് കിട്ടും, ചിലർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ യു ഹാവ് ടു ഫേസ് ഓൾ ദിസ് ഗൈസ്. എന്നാലും നമുക്കിതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടും. നമുക്കതൊരു എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ എന്തൊക്കെ തരം ആൾക്കാർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊരു ഇത് മനസ്സിലാവും. ഇങ്ങനെ ആൾക്കാർ ഡു എക്സിസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ട്രൈ ടു ബി ഇൻ യുവർ സെൽഫ് ഇറ്റ് സെൽഫ് ഗൈസ്. ഡോണ്ട് ട്രസ്റ്റ് ടു മച്ച്. ഫ്രണ്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു ലിമിറ്റ് വെച്ച് ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഒരുപാട് ടു മച്ച് ആകുമ്പോഴാണ് അവർ നമ്മളെ അത് വെച്ച് നമ്മളെ യൂസ് ചെയ്യുന്നതും ദേ ബിക്കം ടു മച്ച് ടോക്സിക് വിത്ത് us ഗൈസ്. സോ ജസ്റ്റ് ബി ഇൻ യുവർ സെൽഫ്. ജസ്റ്റ് you are there for yourself എന്ന് ചിന്തിക്കുക. and if you have anything else you can just share it with your parents guys. so that's it. അതാണ് ടോക്സിസിറ്റി. നമുക്ക് ഒരിക്കലും കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. സോ ജസ്റ്റ് ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ് ഗൈസ്. ഇതൊരു തോട്ട്ഫുൾ തിങ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞാനിതിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അടുത്ത് ഷെയർ ചെയ്തത്. സോ ഇതുപോലെ ആർക്കെങ്കിലും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ആൻഡ് ടെൽ യുവർ സിറ്റുവേഷൻ ആൻഡ് what you did to get rid of this guys. so that's it. Bye bye, stay tuned, bye.